ഒരിക്കൽ വഖഫായ വസ്തു എക്കാലവും വഖഫായി. AKG സെന്ററിന് നേരെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കാത്തുള്ളതൊക്കെ അത് ഉന്നയിച്ച കളിമാണ്. AKG സെന്റർ ഇരിക്കുന്ന സ്ഥലം വഖഫാണെന്ന് നാളെ പാളയം ഇമാം പറഞ്ഞ കളിമാണ്. അത് വിട്ടുള്ളൂ. അതൊഴിച്ച് വേറെ ഏത് സ്ഥലവും ഒരിക്കൽ വഖഫായിട്ട് പ്രഖ്യാപിച്ചാൽ പിന്നെ വഖഫായിരിക്കും എന്നാണ് നമ്മുടെ കേരള സർക്കാർ പറഞ്ഞത്. ഇന്നിപ്പോൾ അറിഞ്ഞു കൊടുത്തിരിക്കുക. അപ്പൊ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള രാഷ്ട്രീയമായ ദുരുദ്ദേശം, വഖഫിനോടുള്ള സ്നേഹമൊന്നുമല്ല. അടുത്ത കൊല്ലം തെരഞ്ഞെടുപ്പ് വരാൻ പോകും. രണ്ട് കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനിക്കുക. ഇതിന്റെ വാദം സുപ്രീം കോടതിയിൽ വീണ്ടും നടക്കും. ഇന്ന് വാദം നടക്കുന്നത് കപിൽ സിബൽ വായുകേറി വാദിക്കേണ്ട റിപ്പോർട്ടുകൾ ഞാൻ ടി വിയിൽ കണ്ടു. നിയമത്തിന്റെ മറ്റ് പല വകുപ്പുകളും കൂടി സ്റ്റേ ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഒക്കെ സുപ്രീം കോടതിയുടെ പരിഗണനയിലെടുക്കുന്ന കാര്യം. സുപ്രീം കോടതിയുടെ ആയിരിക്കും അന്തിമ തീരുമാനം. ഇപ്പൊ സ്റ്റേ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും 4-5 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 5-6 കൊല്ലത്തിന് ശേഷമായിരിക്കും ഇതിന്റെ അന്തിമവാദം. ഇപ്പോഴത്തെ ജഡ്ജിമാരായിരിക്കില്ല അന്നത്തെ ജഡ്ജി, ഇപ്പോഴത്തെ വക്കീൽമാരായിരിക്കില്ല അന്നത്തെ വക്കീൽമാർ. സുപ്രീം കോടതി എങ്ങനെ വിധിക്കും എന്നുള്ളത് സുപ്രീം കോടതിക്ക് അറിയില്ല. നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിന്റെ കാര്യങ്ങളൊന്നും ആർക്കും ഒരു വിധത്തിലും പ്രവചിക്കാവുന്നതല്ല. കാലാവസ്ഥ പ്രവചനമാണ് അതിനേക്കാൾ എളുപ്പം. അത് വേറൊരു പ്രശ്നമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം വേറൊരു പ്രത്യേകത, അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഞാൻ ഈ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിലനിൽക്കുന്ന ഹർജികളിൽ ബഹുമാനപ്പെട്ട കേരള സർക്കാർ കക്ഷി ചേരാനായിട്ട് പറ്റും. സത്യം പറഞ്ഞ് ഇതിനേക്കാൾ വലിയ ഉടായിപ്പ് ലോകത്ത് കണ്ടു. എന്തായാലും ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ നേരത്തെ പ്രമേയം പാസ്സാക്കിയതാണ്. മുനമ്പം വിഷയമൊക്കെ ആളിക്കത്തുന്നതിന് മുമ്പ് ഭേദഗതിയെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത്. ഭേദഗതി എന്താണെന്ന് അറിയാത്തതിന് മുമ്പ് ഭേദഗതി ചെയ്യാൻ പോകുന്നത് കേട്ടപ്പോൾ തന്നെ ഈ ചത്താലി ചത്തലിൽ തിങ്കളാഴ്ച ശവടക്കം എന്ന് പറഞ്ഞ പോലെ വഖഫ് നിയമം എങ്ങനെയാണ് ഭേദഗതി ചെയ്യുന്നത്, എന്തൊക്കെ വകുപ്പുകളാണ് ഭേദഗതി എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നിയമസഭയിലെ 140 മെമ്പർമാരെ കൂടി ചേർന്ന് പ്രമേയം പാസ്സാക്കി ഡൽഹിക്ക് അയച്ചാണ്. അതിനുശേഷം ഇപ്പോൾ കക്ഷി ചേരാൻ പറ്റുകൊണ്ടിരിക്കും. സത്യത്തിൽ കേരള ഗവൺമെന്റിന് ഈ നിയമ ഭേദഗതിയോട് വലിയ എതിർപ്പുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? കക്ഷി ചേരാൻ അപേക്ഷ കൊടുക്കല്ലേ. മറ്റ് പല സംസ്ഥാനങ്ങളും ചെയ്ത പോലെ കേരള സർക്കാർ പ്രത്യേക അനുമതി ഹർജി കൊടുക്കണം, സ്പെഷ്യൽ ലീവ് വെക്കേഷൻ കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മറ്റേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കേരള സർക്കാർ നിങ്ങളുടെ കൂടെയാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി. അല്ലാണ്ട് നിലവിലുള്ള കേസിൽ കക്ഷി ചേർന്നിട്ട് ഞങ്ങൾക്ക് ഇതിനോട് എതിർപ്പുണ്ടെന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല. എതിർപ്പുള്ള ഒരു കേസ് കൊടുക്കണം. കേസ് കൊടുക്കില്ല. അതിനു പകരം നിലവിലുള്ള കേസിൽ കക്ഷി ചേർന്നിട്ട് പറയുകയാണ്. അതാണ് പ്രധാനം. ഒരിക്കൽ വഖഫായ വസ്തു എക്കാലവും വഖഫായി. AKG സെന്ററിന് നേരെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കാത്തുള്ളതൊക്കെ അത് ഉന്നയിച്ച കളിമാണ്. AKG സെന്റർ ഇരിക്കുന്ന സ്ഥലം വഖഫാണെന്ന് നാളെ പാളയം ഇമാം പറഞ്ഞ കളിമാണ്. അത് വിട്ടുള്ളൂ. അതൊഴിച്ച് വേറെ ഏത് സ്ഥലവും ഒരിക്കൽ വഖഫായിട്ട് പ്രഖ്യാപിച്ചാൽ പിന്നെ വഖഫായിരിക്കും എന്നാണ് നമ്മുടെ കേരള സർക്കാർ പറഞ്ഞത്. ഇന്നിപ്പോൾ അറിഞ്ഞു കൊടുത്തിരിക്കുക. അപ്പൊ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള രാഷ്ട്രീയമായ ദുരുദ്ദേശം, വഖഫിനോടുള്ള സ്നേഹമൊന്നുമല്ല. അടുത്ത കൊല്ലം തെരഞ്ഞെടുപ്പ് വരാൻ പോകും. മാത്രവുമല്ല, ഈ വഖഫ് സംബന്ധമായ വിഷയം ആളി കത്തിച്ചായിരിക്കും. അതായിരിക്കാൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ലെറ്റർ ഹെഡും സീലും മാത്രമുള്ള ചില സംഘടനകളാണ്. യഥാർത്ഥത്തിൽ ആ ജനപിന്തുണയുള്ള സംഘടനകളൊക്കെ സമരരംഗത്ത് നിന്ന് മാറിക്കും. അവർക്ക് വഖഫിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട്, നിയമ ഭേദഗതിയോട് എതിർപ്പില്ലാത്തതുകൊണ്ട്. എതിർത്താൽ വോട്ട് പോകും. നേരത്തെ പറഞ്ഞില്ലേ, ഇതിൽ വോട്ട് ചെയ്ത് ശീലിച്ചു പോയ ആളുകളാണ്. അവരുടെ വോട്ട് പോയാൽ പിന്നെ ഭരണം. അതുകൊണ്ട് മാത്രം നിശബ്ദത പാലിക്കുന്നവരാണ് ഭൂരിപക്ഷം. പക്ഷെ ന്യൂനപക്ഷം എന്ന് പറയാൻ പറ്റില്ല, ന്യൂനപക്ഷം മാത്രമാണ് പ്രകടമായ സമരമായിട്ട്. അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടാവും. സമയം അതിക്രമിക്കും സംസാരിക്കും. ഒറ്റക്കൊരു തമാശ, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. ഈ പുനപ്പത്തുനിന്ന് അധികം ദൂരമല്ലോ കൊടുങ്ങല്ലൂർ, ഇല്ലേ? ഇവിടുന്ന് വളരെ അടുത്താണ്. കൊടുങ്ങല്ലൂർ SN പുരം നിങ്ങൾ കേട്ട് പലരും പോയി കാണും. SN പുരത്ത് വെളുത്ത കടവ് എന്ന് മറ്റു പേരുള്ള ഒരു സ്ഥലം. അവിടെ ഒരു സമരം നടക്കുന്നു. എന്താ പറയുക? ജമാഅത്തെ ഇസ്ലാമിക്കാർ വഖഫ് സ്വത്തുകൾ മറക്കി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. അവിടുത്തെ പുരാതനമായ ദാറുസ്സലാം പള്ളിയുടെ വസ്തുക്കൾ ട്രസ്റ്റ് ഉണ്ടാക്കി അതിന്റെ കീഴിലേക്ക് മാറ്റി.
ഇതിന്റെ മുമ്പിൽ കൂടിയാണ് നാഷണൽ ഹൈവേ കടന്നു പോകുന്നത്, നമ്മുടെ തീരദേശ ഹൈവേ. തീരദേശ ഹൈവേക്ക് വേണ്ടി അക്വയർ ചെയ്ത സ്ഥലം, അതിന്റെ പൈസ കിട്ടി 2.5 കോടി രൂപ ഇവന്മാർ പോകിച്ച്. 2.5 കോടി രൂപ തൊണ്ട തൊടാതെ വിഴുങ്ങി ആര്? ജമാഅത്തെ ഇസ്ലാമിക്കാർ, മാധ്യമം പത്രം നടത്തുന്ന ആളുകൾ, മീഡിയ വൺ ചാനൽ നടത്തുന്ന ആളുകൾ 2.5 കോടി രൂപ തൊണ്ട തൊടാതെ വിഴുങ്ങി. അതിനെതിരെ ജമാഅത്തെ ഇസ്ലാമിക്കാരടക്കം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അടക്കം എല്ലാവരും സമരരംഗത്താണ്. ഇത് പത്രത്തിൽ വന്നു, ഇത് മനോരമയിൽ വരില്ല. ഇതാണ് പ്രശ്നം. ഷാജൻസ് കാര്യം അറിഞ്ഞിട്ടില്ല, അറിഞ്ഞ് നാളെ പേപ്പർ പുള്ളിയുടെ ജാതി അവിടെ സമരം നടക്കുകയാണ്. മനസ്സിലായോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി സഖാവ് അബ്ദുൽ ഖാദർ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വഖഫ് ബോർഡ് ദുരുപയോഗത്തെ അപലപിച്ചു എന്നൊരു വാർത്ത. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത് ഇത് മാർക്സിസ്റ്റുകാരും മറ്റ് തൽപര കക്ഷികളും ചേർന്ന് ഞങ്ങൾക്കെതിരെ എന്താണ് ദുരാരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നാണ്. ഈ സംഘടനക്കാരാണ് നിങ്ങൾക്കറിയാമോ ഈ കോഴിക്കോട് വിമാനത്താവളത്തിന്റെ നേർക്ക് വലിയൊരു സമരം നടന്നു. പാലസ്തീനിൽ വെടിയേറ്റ് മരിച്ച ഇസ്മായിൽ ഹനിയ ഇല്ലേ, യഹിയ സിൽവർ, കേണൽ നാസറിനെതിരെ വധശ്രമം നടത്തിയിട്ട് പണ്ട് ഈജിപ്തിൽ വെടിയേറ്റ് മരിച്ച മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാവ്, ഇവരൊക്കെ പടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമരത്തിന് പോയത്. ആ സംഘടനക്കാരാണ് വെളുത്ത കടവിൽ 2.5 കോടി രൂപ തൊണ്ട തൊടാതെ വിഴുങ്ങിയത്. അറിയാമോ? ഈ വഖഫ് സ്വത്ത് എന്തിനാണ് ഈ നിയമം ഉണ്ടാക്കിയെന്ന് അറിയാമോ? ഇവിടെ ഇരിക്കുന്നവർക്ക് മിക്കവർക്കും അറിയാമുണ്ടാവില്ല. 95 ഭേദഗതിയെ പറ്റിയിട്ട് പറയും. ഇത് ഉണ്ടാക്കിയതിന്റെ കാരണമുണ്ട്. കാലാകാലങ്ങളായിട്ട് വഖഫ് സ്വത്തുക്കൾ കുറെ മറിച്ചു വിട്ടിട്ടുണ്ട്, കുറെ കയ്യേറിയിട്ടുണ്ട്. ആര് കയ്യേറി? അല്ലെങ്കിൽ ആര് മറിച്ചു വിട്ടു? അതേ സമുദായത്തിൽപ്പെട്ട ആളുകൾ, പ്രമാണിമാർ. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലേക്ക് എത്ര ഏക്കർ സ്ഥലമാണ് അന്യാധീനപ്പെട്ടു പോയത്. ആരാ അന്യാധീനപ്പെടുത്തിയത്? നമ്മളുണ്ടോ? ഷാജൻ സ്കറിയാണോ? ജോഷി അച്ഛനാണോ? ഞാനാണോ? റോയി കുരിശിക്കലാണോ? അല്ല, നമ്മളാരുമല്ല. അതാത് കാലത്ത് വഖഫ് സ്വത്തുക്കൾ കൈയാളിയിരുന്ന ആളുകൾ വിൽക്കാൻ പാടില്ലാത്ത വസ്തു വിറ്റു, അതിൽ നിന്ന് അനർഹമായി ലാഭം ഉണ്ടാക്കി. ആ ലാഭം ഉണ്ടാക്കിയ ആളുകൾ ഇപ്പൊ എന്താ പറഞ്ഞത്? ഇത് വഖഫ് സ്വത്ത് എക്കാലത്തെയും വഖഫാണ്, വാങ്ങിയവന്റെ സ്ഥിതി എന്താ? ഇതാണ് സംഭവിച്ചത്. വഖഫ് നിയമം ആവശ്യമാണ്, അതിൽ ഭേദഗതിയും ആവശ്യമാണ്. എന്തിനു വേണ്ടി? ഇത് സംരക്ഷിക്കാൻ വേണ്ടി. അത് പണം കൊടുത്ത് വാങ്ങിയ പാവപ്പെട്ട മുനമ്പത്തുകാരെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടല്ല വേണ്ടത്. അപ്പൊ ഈ ഭേദഗതിക്ക് ഒരു അർത്ഥം ഉണ്ടായിരുന്നു, അത് പിന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് ഈ രൂപത്തിൽ എത്തിച്ചു. ഏതായാലും കോടതി തീരുമാനിക്കട്ടെ. ഇപ്പൊ കേരള ഗവൺമെന്റ് കൂടി കക്ഷി ചേരാൻ വന്നിട്ടുണ്ട്. ആളുകളെ ഒറ്റ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കും. ചില ആളുകളെ എല്ലാ കാലവും പറ്റിക്കും, കുറച്ചു പേരെ എല്ലാ കാലവും പറ്റിക്കും, എല്ലാവരെയും കുറച്ചു കാലം പറ്റിക്കാം. പക്ഷെ എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ല. ഇതാണ് എന്റെ അടിസ്ഥാന തത്വം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.